നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചെറിയൊരു പണി അവന് കൊടുത്തില്ലെങ്കിലേ അവൻ നമുക്കിട്ട് അടുത്ത പണി തരും. ആദ്യം സീമന്തം നടക്കട്ടെ, അതിനുശേഷം ദീപകിന് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. ചേച്ചിക്ക് വിഷമമായി കാണൂ. ഏയ്, ചേട്ടനത് കാര്യമാക്കണ്ട. ആരോരുമില്ലാത്തൊരു പാവം പെൺകുട്ടിക്ക് വേണ്ടി നടത്തുന്ന ചടങ്ങല്ലേ, അത് മുടക്കമില്ലാതെ നടക്കട്ടെ. നീ ആ ഫയല് കറക്റ്റ് ചെയ്ത് ഓഫീസിലെത്തിക്കാം. സന്തോഷായില്ലേ? അവളുടെ ഒരു സീമന്തം എല്ലാം നീ വരുത്തി വെച്ച വിനയാ. അനുഭവിച്ചോ? ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ? കുഞ്ഞുണ്ടാവുന്നത് വരെ അവളുടെ നേരെ ആരെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയാൽ അത് എന്റെ തലയിലാവും. ആ നാശം പിടിച്ചവൾക്കൊന്നും സംഭവിക്കാതിരിക്കേണ്ടത് ഇപ്പൊ എന്റെ കടമയും കൂടിയല്ലേ? അതേടാ, അതാ ഞാൻ പറഞ്ഞത് നിന്നോട് അനുഭവിച്ചോളാൻ. ക്ലബിലെ പെണ്ണുങ്ങളുടെ അർത്ഥം വെച്ചുള്ള നോട്ടവും മുന വെച്ചുള്ള സംസാരവും കാരണം ഇപ്പൊ തന്നെ എന്റെ തൊലി ഉരിഞ്ഞിരിക്കുക. ഇനി അവളുടെ സീമന്തം കൂടി രാജു നടത്തിയെന്ന് അവരറിഞ്ഞ പിന്നെ എനിക്ക് മുഖം മറിച്ച് പുറത്തിറങ്ങാൻ പറ്റൂ. അവളുടെ സംരക്ഷണം ഏറ്റെടുത്തത് പോരാഞ്ഞിട്ട് ഓരോരോ ചടങ്ങുകളും നടത്തി എന്നെ അമ്മയെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ ഋതിക നടത്തുന്ന കളികളാ ഇതൊക്കെ. ആണോ? കണക്കായി പോയി. എല്ലാ പ്രതിസന്ധികളും മറികടന്ന് സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലാക്കി രാജകീയമായി ജീവിക്കാനായിട്ട് ഞാനിവിടെ പെടാപ്പാട് പെടുന്നതിന്റെ ഇടയില് അവൻ വേലക്കാരിയോട് ശൃംഗരിക്കാൻ പോയിരിക്കുന്നു. എടാ, തെറ്റ് നിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതിന് മുൻപ് നീ ഒരു തവണയെങ്കിലും ആലോചിക്കണമായിരുന്നു. അമ്മയെ പറ്റിപ്പോയി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇനി ഞാൻ എന്താ വേണ്ടേ? നാളെ അവളുടെ സീമന്തമല്ലേ, നീ പോയി കുറച്ച് മഞ്ഞൾ അരച്ച് അവളുടെ മുഖത്ത് തേക്ക്. അമ്മേ, ഒന്ന് പോടാ എന്റെ കൺമുമ്പീന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ? ആരൊക്കെ തടസ്സം നിന്നാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ശുഭകാര്യങ്ങൾ അത് നടന്നിരിക്കും. നന്ദിയുണ്ട് മാഡം, എന്നെ ഈ വലിയ വീട്ടിലേക്ക് കൊണ്ടുവന്നതിനും എന്നെ സുരക്ഷിതയായിട്ട് സംരക്ഷിക്കുന്നതിലും. ഇപ്പോഴിതാ എന്റെ സീമന്തം നടക്കാൻ പോകുന്നതിന്റെ പിന്നിലും ഋതിക മാഡമാണെന്ന് എനിക്കറിയാം. എന്തിനാ മാഡം ഒരു വേലക്കാരി പെണ്ണിനോട് ഇത്രയും കരുണ കാണിക്കുന്നത്? ഞാനീ കാണിക്കുന്നത് കരുണയൊന്നുമല്ലെന്ന് ദിവ്യക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളെ കൊണ്ട് മറ്റൊരാളുടെ പ്രശ്നങ്ങൾ തീർക്കാന്നൊരു ആത്മവിശ്വാസം നമുക്കുണ്ടാവണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് ധൈര്യം സംഭരിച്ച് ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഇപ്പോ എന്റെ ജീവിതത്തെ സന്തോഷമായിട്ട് മുന്നോട്ട് നടത്തുന്നത്. എന്റെ ജീവിതത്തിൽ ഇപ്പോ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഓർത്തിരിക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല. നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങള് കഴിവതും നമ്മൾ തന്നെ പരിഹരിക്കണം. തനിച്ച് സാധിക്കുന്നില്ല എന്ന് തോന്നിയാൽ മാത്രമേ ഒരു പരസഹായം തേടാവൂ. ദിവ്യക്കിപ്പോ സഹായം ആവശ്യമാണെന്ന് എനിക്കറിയാം. ശരിക്കും പറക്കുപറ്റാത്ത ഒരു കുഞ്ഞിക്കിളിയെ പോലെയായിപ്പോ ദിവ്യ. കുഞ്ഞിന്റെ അച്ഛൻ ദീപക്കാണെന്ന് തെളിഞ്ഞാലും അവന്റെ കൂടെ തന്നെ ജീവിക്കണമെന്നും പറഞ്ഞ് ദിവ്യ ഇവിടെ ആരും നിർബന്ധിക്കില്ല. ദിവ്യയുടെ ജീവിതം ദിവ്യയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല ഋതിക മാഡം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണമെന്നല്ലേ? DNA റിപ്പോർട്ട് വന്ന അവനെ കുറച്ചൊന്നിട്ട് കറക്കണം. ചെറിയൊരു പണി അവന് കൊടുത്തില്ലെങ്കിലേ അവൻ നമുക്കിട്ട് അടുത്ത പണി തരും. ആദ്യം സീമന്തം നടക്കട്ടെ, അതിനുശേഷം ദീപകിന് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ട രാജുവേട്ടാ. പ്രശ്നങ്ങളൊന്നുമല്ല. എന്തായാലും
നിന്റെ സീമന്തം മുടക്കാൻ അവൻ പഠിച്ച പണി 18 നോക്കും. അപ്പോ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളും കരുതിയിരിക്കണമല്ലോ. അതെ. ഓടുന്ന നായക്ക് ഒരു മുഴം മുമ്പേ എറിയണമെന്നല്ലേ? അങ്ങനെ തന്നെ ചെയ്യാം. ദിവ്യയുടെ കാര്യത്തില് നിങ്ങളെടുത്ത തീരുമാനമൊക്കെ നല്ലത് തന്നെയാണ്. എന്നാലും എന്താ അങ്ങളെ, എന്തേലും പ്രശ്നമുണ്ടോ? ഇവിടെ വെച്ച് ദിവ്യക്ക് സീമന്തം നടത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹൃദയമ്മയുടെ എന്തായി പറയണേ? ഒരു പരസഹായത്തിന് ആരോരുമില്ലാത്ത പെൺകുട്ടിയാ ദിവ്യ. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചടങ്ങ് നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തി കൊടുക്കാൻ സാധിക്കുന്നത് എത്ര വലിയ പുണ്യമാണ്. അതെ, പക്ഷേ അംബിക മാഡത്തിനും ദീപക് സാറിനൊന്നും നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് ഇഷ്ടാവില്ല. മാത്രല്ല അവർക്ക് നമ്മളോടുള്ള ശത്രുത കൂടുകയും ചെയ്യും. അതൊക്കെ നമുക്കൊരു പ്രശ്നമാണോടി? അതല്ല, ഈ പറയുന്ന മനസാക്ഷിയില്ലാത്ത അമ്മയ്ക്കും വകതിരിവില്ലാത്ത മകനും നമ്മള് നല്ലത് ചെയ്താൽ പോലും അവര് നമ്മളെ ശത്രുവായി തന്നെ കാണും. അതിലൊന്നും ഒരു കാര്യവുമില്ല. പിന്നെ എന്താ പ്രശ്നം? അതൊക്കെ മുന്നും പിന്നും നോക്കാതെ നടത്തേണ്ട ഒരു ചടങ്ങാണോ സീമന്തം? ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന്റെ നല്ല സമയത്തിനും ഉന്നമനത്തിനും ആ കുഞ്ഞിനെ നമ്മുടെ ലോകത്തേക്ക് വരവേൽക്കാനായി കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ബന്ധുമിത്രാദികളും ചേർന്ന് നടത്തേണ്ട ഒരു ആചാരമാണ് സീമന്തം. പ്രിയയ്ക്ക് നമ്മളെങ്ങനെയാ സീമന്തം നടത്തിയതെന്ന് നീ ഓർക്കണ്ടാ? ഓർക്കുന്നുണ്ട് സാർ. ആദ്യം നമുക്ക് ജ്യോത്സ്യരോട് ചോദിച്ച് നല്ലൊരു ദിവസം കുറിക്കണം. അതിന് കുഞ്ഞിന്റെ അച്ഛനമ്മമാരുടെ പേരും നാളും ജ്യോത്സ്യരോട് പറഞ്ഞു വേണം തീയതി കുറിക്കാൻ. ദിവ്യയുടെ നാള് ഞാൻ വിളിച്ച് ചോദിക്കാം വേണമെങ്കിലേ. കുഞ്ഞിന്റെ അച്ഛൻ ദീപകിന്റെ നാള് ചെറിയച്ചനോട് ചോദിച്ചാ പറഞ്ഞു തരും. ഓക്കെ. ദാങ്ങളെ, ഇതാ രണ്ടാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.